കുറ്റിപ്പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രാജേശ്വരിയുടെ കോപം ഒരു കൊടുങ്കാറ്റുമായി മാറുകയായിരുന്നു. അവർ നിവിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പൊട്ടിത്തെറിച്ചു. നിനക്കിത് എന്തിന്റെ കേടാടാ, നീ എന്തായി കാണിച്ചു കൂട്ടുന്നത്? നിവിൻ ഒന്നും മിണ്ടാതെ നിന്നു. ആ മൗനം രാജേശ്വരിയെ കൂടുതൽ ചൊടിപ്പിച്ചു. അവർ അവന്റെ അടുത്തേക്ക് ചെന്ന് ദേഷ്യത്തോട് നിന്നു. ഇനി നീ വീട്ടിൽ നിൽക്കണ്ട, നേരെ തിരുവനന്തപുരത്തേക്ക് പോയിക്കോ. അവിടെ പോയി നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കോഴ്സ് പഠിക്ക്. ഫാഷൻ ഡിസൈനിങ്ങോ ഫോട്ടോഗ്രാഫിയോ, ഇനി അതെല്ലാം നിനക്ക് ഇഷ്ടമുള്ള വേറെ വല്ല ബിസിനസ് മാനേജ്മെന്റോ ആണെങ്കിൽ അത് പഠിക്ക്. അല്ലാതെ ഇവിടെ എങ്ങനെ തിന്നുറങ്ങി നടക്കാനൊന്നും ഞാൻ നിന്നെ സമ്മതിക്കില്ല. രാജേശ്വരിയുടെ ശബ്ദം വല്ലാതെ ഉയർന്നു. നിവിൻ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് മുഖമുയർത്തി അവരെ നോക്കി. ഇല്ലമ്മേ, ഞാൻ എങ്ങോട്ടേക്കും പോവില്ല. എനിക്കിനി അതൊന്നും പഠിക്കാനും താല്പര്യമില്ല. അതിനുവേണ്ടി അമ്മ ഈ മുടക്കുന്ന കാശിന്റെ കണക്ക് മുഴുവൻ ഇനി ഞാൻ ജീവിതകാലം മുഴുവൻ കേൾക്കേണ്ടി വരും അല്ലേ? നിവിന്റെ മറുപടി കേട്ടപ്പോൾ രാജേശ്വരിക്ക് ദേഷ്യ നിയന്ത്രണം വിട്ടു. അവരുടെ മുഖം ചുവന്നു തൊടുത്തു. നിന്റെ ഈ കള്ളത്തരമൊക്കെ കണ്ടിട്ട് ജയപാലൻ രാഗിണിയുമായിട്ടുള്ള ആ ഒരു കല്യാണം അതിൽ നിന്നും പിന്മാറിയിട്ടില്ല. അതുകൊണ്ട് നീ ഞാൻ പറയുന്നതെന്ന് അനുസരിച്ചാൽ മതി. രാഗിണിയോ? ആര് കല്യാണം കഴിക്കാൻ പോകുന്നു ആ രാഗിണിയെ? നിവിൻ പുച്ഛത്തോട് ചോദിച്ചു. ഞാൻ പ്രായപൂർത്തിയായ പുരുഷനാണമ്മേ. ഞാൻ എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം, എന്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശവും എനിക്കുണ്ട്. അതിലിനി ഒരാളും ഇടപെടാനൊന്നും വരണ്ട. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്നും പോകുന്നുമില്ല. ഇത്രയും പറഞ്ഞ് വല്ലാത്ത വാശിയോടുകൂടി നിവിൻ തന്റെ മുറിക്കകത്തേക്ക് അങ്ങ് നടന്നുപോയി. രാജേശ്വരി അവൻ പോകുന്നത് നോക്കി ദേഷ്യത്തിൽ ഇങ്ങനെ പല്ലുറുമ്പി നിന്നു. അവന്റെ മനസ്സിൽ വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ രൂപം മാത്രമേ തെളിയുന്നുണ്ടായിരുന്നുള്ളൂ. ഇതേ സമയം മുറിയിൽ വിനീത് ഫോണിൽ ഇങ്ങനെ ആരോടോ ഗൗരവത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു കാൽപെരുമാറ്റം കേട്ടത്. ഗംഗയാണ്. അവളെ കണ്ടപ്പോൾ വിനീത് പെട്ടെന്ന് സംസാരം നിർത്തി. ശരി, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് പതുക്കെ ഫോണ് പോക്കറ്റിലേക്ക് ഇട്ടു. ഗംഗ ചിരിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നു. അവളുടെ കണ്ണുകളിൽ കുസൃതി ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. എന്താ വിനീതേട്ടാ, ആരാ ഫോണില്? ഫോണോ? എന്ത് ഫോണ്? ആര് ഫോൺ വിളിക്കുന്നു? വിനീത് ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ചു. ഏയ്, അതൊന്നും പറയണ്ട. എൻ്റെ കണ്ണിൽ പൊടിയിടാനൊന്നും നോക്കണ്ട. ദേ, ആ പോക്കറ്റിലിരിക്കുന്ന ഫോൺ ഇങ്ങോട്ടേക്ക് എടുത്തേ. അതോ ഇനി ഞാൻ തന്നെ എടുത്തു തരണോ? ഗംഗ അവനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ആ, ഈ പോക്കറ്റിൽ ഫോണുണ്ടല്ലേ, അത് ഞാൻ തന്നെ എടുത്തോളാം. നീ ഇങ്ങ് മാറി നിൽക്ക്. വിനീത് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഇല്ലില്ല, ഞാൻ എന്തിനാ ഇത്ര വെപ്രാളൊക്കെ? ആരുടേതാണ്? ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങോട്ടേക്ക്. ഗംഗ അവന്റെ പോക്കറ്റിലേക്ക് കൈയിട്ട് ഇടാൻ വേണ്ടി ശ്രമിച്ചു. വിനീത് ഇത് തടയാൻ നോക്കി. രണ്ടുപേരും തമ്മിൽ ചിരിച്ചുകൊണ്ട് ചെറിയൊരു പിടിവലി തന്നെ നടന്നു. ഗംഗ അവനെ വട്ടം ചുറ്റിപ്പിടിച്ച് ഫോണ് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നതിലാണ് അങ്ങോട്ടേക്ക് നിലമോൾ ഓടി വന്നത്. ദേ, നിലമോള് വരുന്നു. അവൾ എന്ത് വിചാരിക്കും? വിനീത് പെട്ടെന്ന് തന്നെ പറഞ്ഞു. അതിനെന്താ, അവൾ വന്നോട്ടെ. അവൾ കണ്ട എന്താ കുഴപ്പം? ഗംഗ വിട്ടുകൊടുത്തില്ല. അവൾ ഒരു വിധത്തിൽ വിനീതിന്റെ കയ്യിൽ നിന്നും ഫോൺ അങ്ങ് പിടിച്ചു വാങ്ങിച്ചു. അല്ല, നില കണ്ട എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാനുള്ള അവസരം വിനീതേട്ടൻ തന്നെയല്ലേ ഉണ്ടാക്കിയത്? ഗംഗ കുസൃതിയോട് ചോദിച്ചു. വിനീതേട്ടനെ എപ്പോഴും ഒരു കാമുകിയുടെ കൂടെയാണല്ലോ കാണാറുള്ളത്. ഗംഗ പറഞ്ഞത് കേട്ട് വിനീത് ഞെട്ടി. കാമുകിയോ? ഏത് കാമുകി? ആ നിവിൻ തന്നെ. എപ്പോഴും അവന്റെ കൂടെയല്ലേ നടപ്പ്? ഒരു വീട്ടിൽ കുടുംബാംഗമായി നിൽക്കുന്ന ഒരാളുടെ കൂടെ ഏതു നേരവും ഇങ്ങനെ നടക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. അതിപ്പോ അനുഭവിക്കേണ്ടി വന്നില്ലേ? ഗംഗയുടെ ശബ്ദത്തിൽ നേരിയൊരു ഗൗരവം കലർന്നിരുന്നു. വിനീത് ഒന്നും മിണ്ടാതെ നിന്നു. വിനീതേട്ടാ, ഇനി നീനുമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട് അധികമൊന്നും വേണ്ട. അത് ശരിയാവത്തില്ല. ഗംഗ ഒരു ഭാര്യയുടെ അധികാരത്തോട് കരുതലോടെയും പറഞ്ഞു. അവൾ ഫോൺ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് സുജാതമ്മയുടെ പേരാണ്. അമ്മയാണോ വിളിച്ചത്? പിന്നെ എന്തിനാ ഞാൻ ചോദിച്ചപ്പോൾ അല്ല എന്ന് കള്ളം പറഞ്ഞത്? ഗംഗക്ക് അത്ഭുതമായി. അല്ല, എൻ്റെ ശരീരം മാത്രമേ ഇവിടെയുള്ളൂ. എപ്പോഴും എൻ്റെ മനസ്സ് അവിടെയാണ്. നീ എപ്പോഴും പറയാറില്ലേ? അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് മറച്ചു വെച്ചതാണ്. വിനീത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ കാര്യം? അമ്മ എന്തിനാ വിളിച്ചത്? ഗംഗ ആകാംക്ഷയോട് ചോദിച്ചു. വിനീതിന്റെ മുഖത്ത് ചിരി മാഞ്ഞു. അവിടെ വല്ലാത്ത ഭാരം നിറഞ്ഞു വന്നു. ദാസേട്ടൻ വീണ്ടും പൈസ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു. അമ്മ ബാങ്കിലേക്ക് പോയിരിക്കാണ്. അങ്ങേര് വല്ലാതെ ശല്യം ചെയ്യാണത്രേ. ഇത് കേട്ട് ഗംഗയുടെ മുഖം മാറി. അവൾ വിനീതിനെ നോക്കി. എന്നാ വിനീതേട്ടൻ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. അത് കേട്ടപ്പോൾ വിനീതിന് വല്ലാത്ത ആശ്വാസം തോന്നി. അവൾ അവന്റെ കയ്യിൽ പതുക്കെ പിടിച്ചു. ആ സ്പർശത്തിൽ അവനോടുള്ള അവളുടെ കരുതൽ മുഴുവനുണ്ടായിരുന്നു. അവളുടെ മനസ്സ് നിറയെ വീട്ടിലെ പ്രാരാബ്ദങ്ങളും സങ്കടം മാത്രമായിരുന്നു. പെട്ടെന്ന് തന്നെ പിന്നിൽ നിന്നും ഒരു ഹോണടി കേട്ടു. നിവിനാണ്. അവൻ കാറിൽ അവരെ പിന്തുടർന്നു. കാവേരി, വണ്ടി നിർത്ത്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, അവൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്നാൽ കാവേരി അതൊന്നും കേട്ടതായി തന്നെ ഭാവിക്കാതെ നേരെ വണ്ടി മുന്നോട്ടെടുത്തു. നിവിൻ വിട്ടുകൊടുത്തില്ല. അവൻ വണ്ടി വേഗത്തിലോടിച്ച് കാവേരിയുടെ സ്കൂട്ടറിന് മുന്നിലായി കുറുകെയിട്ടു. സ്കൂട്ടർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തുമ്പോൾ കാവേരിയുടെ മുഖത്ത് കടുത്ത ദേഷ്യമുണ്ടായിരുന്നു. കാവേരി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാണ്. പ്ലീസ്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, നിവിൻ വല്ലാതെ കെഞ്ചുന്ന സ്വരത്തിൽ പറഞ്ഞു. എനിക്കൊന്നും കേൾക്കാനും പറയാനുമില്ല നിവിൻ. കാവേരിയുടെ ശബ്ദം കണിശമായിരുന്നു. എനിക്കല്ലാതെ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടെ തലയിൽ വെക്കാനൊന്നും എനിക്ക് വയ്യ. എന്നെ ഒന്ന് വെറുതെ വിട്.
കാവേരി പ്ലീസ്, നമുക്ക് പണ്ടത്തെ പോലെ സാധാരണ പോലെ ഒന്ന് സംസാരിച്ചൂടെ? വീട്ടുകാർ ഇതൊന്നും അറിയാനും പോകുന്നില്ല, നിവിൻ വീണ്ടും നിർബന്ധിച്ചു. എനിക്ക് എൻ്റെ വീട്ടുകാരോട് അങ്ങനെ കള്ളം പറഞ്ഞ് ജീവിക്കാനൊന്നും പറ്റില്ല നിവിൻ. ഞാൻ ജീവിക്കുന്നത് തന്നെ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. അവരെ ചതിക്കാനൊന്നും എനിക്കാവില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് കാവേരി സ്കൂട്ടർ എടുത്ത് അവിടെ നിന്നും വേഗത്തിൽ തന്നെ പോയി. നിവിൻ നിസ്സഹായനായി അവളുടെ പോകുന്നതും നോക്കി നിന്നു. അവൻ്റെ തൊണ്ടയിടറി, കാവേരി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിന്നല്ലാതെ മറ്റൊരു പെണ്ണിനെയും ഞാൻ ജീവിതത്തിൽ കൂട്ടില്ല. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ വാക്കുകൾ കാറ്റിലങ്ങ് അലിഞ്ഞില്ലാതായി. കാവേരി അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ കുറച്ച് മാറി നിന്ന് മറ്റൊരാൾ ഇതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുന്നുണ്ടായിരുന്നു. വിശാല്. അവൻ്റെ കണ്ണുകളിൽ വല്ലാത്ത പകയുടെ ഭാവമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. ഇതേ സമയം നിളമോള് മുറ്റത്ത് ഓടിയിറങ്ങി മഴ നനഞ്ഞ് ഡാൻസൊക്കെ കളിക്കുകയാണ്. അവളുടെ കുഞ്ഞിക്കാലുകൾ ചെളിയിൽ ഇങ്ങനെ പതിഞ്ഞ്. അപ്പോഴാണ് കാവേരി അങ്ങോട്ടേക്ക് വന്നത്. എടി കുരുത്തം കെട്ടവളെ, കയറി വാടി അകത്തേക്ക്. അത്രയും പറഞ്ഞ് കാവേരി അവളെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. നിലവിളിക്കൻ്റെ വെളിച്ചത്തിൽ അവളുടെ പുസ്തകം തുറന്നു വെച്ച് പഠിക്കാൻ തുടങ്ങി. കാവേരി ഓരോ വാക്കായി പറഞ്ഞു തുടങ്ങി. ഋഷി എന്നെഴുതിക്കേ. നില പെൻസിലെടുത്ത് കുറേ നേരം ആലോചിച്ച് അവൾക്ക് എന്ന അക്ഷരം എഴുതാൻ കിട്ടുന്നില്ല. കാവേരിക്ക് ദേഷ്യം വന്നു. അവൾ നിലയുടെ കയ്യിലൊന്ന് നുള്ളി. മര്യാദക്ക് പഠിക്കടേ, നിന്നോട് എത്ര തവണ ഞാൻ ഈ വാക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാ? കാവേരി ശബ്ദമുയർത്തി. അപ്പോഴാണ് ശാരദ അങ്ങോട്ടേക്ക് എത്തിയത്. എടി കാവേരി, അവളെങ്ങനെ നുള്ളതെ? കൊച്ചിന് മര്യാദക്ക് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്ക്. എത്ര പറഞ്ഞു കൊടുത്താലും ഇവൾക്കൊന്നും മനസ്സിലാവുന്നില്ലമ്മേ, കാവേരി സങ്കടത്തോടെ പറഞ്ഞു. നിള മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കാനും എഴുതാനും അറിയാലോ. പിന്നെ ഈ ഋഷി എന്നുള്ള വാക്കൊക്കെ വന്നിട്ട് വല്ല ഉപകാരമുണ്ടോ? വേറെന്തെങ്കിലും വാക്കിൽ ഈ എന്ന് വരുന്നുണ്ടോ? ഒന്ന് നോക്കിക്കേ. ശാരദ ചിരിച്ചുകൊണ്ട് നിലയുടെ അടുത്തേക്കിരുന്നു. ഒരുപാട് വാക്കുകളുണ്ടല്ലോ മോളെ. ഋഷഭം, ഋണം, അങ്ങനെ കുറേ അധികം വാക്കുകളുണ്ട്. പക്ഷേ ഞാൻ നല്ല കവിതയൊക്കെ എഴുതുമായിരുന്നു. ശാരദയുടെ മുഖത്ത് പഴയ ആ ഒരു ഓർമ്മയുടെ ചിരി വിരഞ്ഞു. അപ്പോൾ അമ്മ ആ കവിത ഒന്ന് പാടിത്തന്നെ, നില ആകാംക്ഷയോട് ചോദിച്ചു. ശാരദ കവിത പാടാൻ വായ തുറന്നതും പെട്ടെന്നാണ് എന്തോർത്തതുപോലെ ചാടി എഴുന്നേറ്റു. അയ്യോ എൻ്റെ ഭഗവതിയെ, അടുപ്പിൽ വെച്ച് പരിപ്പ് കരിഞ്ഞു പോയല്ലോ എന്ന് നിലവിളിച്ചുകൊണ്ട് ശാരദ അടുക്കളയിലേക്ക് ഒരൊറ്റ ഓട്ടം. അത് കണ്ട് നിലമോള് പൊട്ടിച്ചിരിച്ചു. കാവേരിയുടെ മുഖത്ത് ദേഷ്യം മാറി. അവിടെ ഒരു ചിരി പടർന്നു. വീടിൻ്റെ സങ്കടങ്ങൾക്കിടയിലും ആ നിമിഷം അവർക്ക് ചെറിയൊരു ആശ്വാസം തന്നെ നൽകി. ഇതേ സമയം ദാസന്റെ വീടിന്റെ മുൻവശത്ത് വല്ലാത്ത ശ്വാസം മുട്ടുന്ന അന്തരീക്ഷമായിരുന്നു. ഗീത ഭയത്തോടെ മാറി നിൽക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് വിനീതും ഗംഗയും വന്നു. വിനീത് വളരെ ശാന്തനായിട്ടാണ് സംസാരിച്ചു തുടങ്ങിയത്. എന്താ ദാസേട്ടാ, എന്താ വിശേഷങ്ങളൊക്കെ? എന്താ വീട്ടിലേക്ക് വന്നത്? ദാസന്റെ മുഖത്ത് കടുത്ത ദേഷ്യമായിരുന്നു. അവൻ വിനീതിനെ നോക്കാതെ ഗീതയോട് ചോദിച്ചു. നിന്റെ അമ്മ വന്നില്ലേടി? കുറച്ചു മുന്നേ അവൻ ഗീതയോട് അലറിയതാണ്. നിന്റെ തള്ള ബാങ്കിൽ പോയിട്ട് വന്നില്ലേ എന്ന്. ഒരു ഗ്ലാസ് ചുക്ക് കാപ്പി ചോദിച്ചിട്ട് അത് എടുത്തു കൊണ്ടുവരാൻ വൈകിയതിന് ഗീതയെ അവൻ ഒരുപാട് ചീത്ത പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. ചുക്ക് കാപ്പി എവിടെയാണെന്ന് തനിക്കറിയില്ല എന്നും അമ്മ വീട്ടിലില്ലെന്നും അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇല്ല, വന്നിട്ടില്ല. എവിടെയാണെന്ന് വെച്ചാൽ നീ ഒന്ന് ഫോൺ വിളിച്ചു നോക്ക്, ഗീത പറഞ്ഞു. ഗംഗ ഫോൺ വിളിച്ചു നോക്കിയെങ്കിലും ആരും ഫോൺ എടുത്തില്ല. ദാസൻ പെട്ടെന്ന് പൊട്ടിത്തിരിച്ചു. ഇന്ന് എൻ്റെ കയ്യിൽ ആ 3.5 ലക്ഷം രൂപ വെച്ച് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിവരമറിയും. വിനീത് ഞെട്ടിപ്പോയി. എന്ത് 3.5 ലക്ഷം രൂപയോ? അതെന്തിനാണ് ഞാൻ 3.5 ലക്ഷം രൂപ? സാധാരണ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ പിന്നെ അവരുടെ ഭർത്താക്കന്മാർ ഇങ്ങനെ ഭാര്യ വീട്ടിൽ വന്ന് പൈസക്ക് വേണ്ടി യാചിക്കാറില്ലല്ലോ. വിനീതിൻ്റെ വാക്കുകൾ നേരിയൊരു പരിഹാസമുണ്ടായിരുന്നു. അത് കേട്ട് ദാസന്റെ നിയന്ത്രണം വിട്ടു. ഭാര്യ വീട്ടിൽ അട്ടിപ്പേറി കിടക്കുന്ന നീയാണോടാ എന്നോടിത് പറയുന്നത്? ദാസന്റെ വാക്ക് ഒരു ചാട്ടുള്ളി പോലെയാണ് വിനീതിന്റെ നെഞ്ചിലങ്ങ് തറച്ചത്. അവന് വല്ലാത്ത നാണക്കേട് തോന്നി. ഗംഗയുടെ മുന്നിൽ വെച്ച് അങ്ങനെ ഒരു അപമാനം അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. നിന്റെ അമ്മ ഇന്ന് ബാങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പൈസ തന്നേ മതിയാവൂ, ദാസൻ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ നിന്റെ ഈ പെങ്ങൾ മാത്രമല്ല, അമ്മയും പെരുവഴിയില്ലാതെ ഇവിടെ ഇരിക്കും. നിനക്ക് മുന്നും പിന്നും നോക്കാനൊന്നുമില്ല. നിന്റെ പെങ്ങളെ ഞാൻ ഇവിടെ തന്നെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് പോകും. ഇത്രയും കേട്ടപ്പോൾ വിനീതിന്റെ സമനില തെറ്റി. അവൻ ദാസന്റെ നേരെ അങ്ങ് പാഞ്ഞെടുത്തു. എടാ, നീ എന്താടാ പറഞ്ഞത്? ഇന്നലെ വരെ നിന്റെ ഭാര്യയായിരുന്നവർ പെട്ടെന്ന് എങ്ങനെ എൻ്റെ മാത്രം പെങ്ങളായത്? അതെങ്ങനെയാടാ? വിനീത് ദാസന്റെ കോളറിനങ്ങ് കുത്തിനി പിടിച്ചു. രണ്ടുപേരും തമ്മിൽ വലിയൊരു ഉന്തുതള്ളുമായി. പെട്ടെന്ന് തന്നെ ഗീത ഓടി വന്ന് വിനീതിനെ പിടിച്ചു മാറ്റി. മാറി നിൽക്കട അവിടുന്ന്. ഇനി എൻ്റെ ദാസേട്ടൻ്റെ ദേഹത്ത് നീ തൊട്ടുപോകരുത്, അവൾ കരഞ്ഞുകൊണ്ട് അലറി. ഗീതേച്ചി, ചേച്ചി ഇതൊക്കെ എന്തൊക്കെയായി പറയുന്നത്? വിനീത് ഞെട്ടലോട് ചോദിച്ചു. ഗീത കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. അതെ, നീ മനസ്സിലാവാത്തത് കൊണ്ടാ വിനീതേ. ഇങ്ങേരെ ഈ പൈസ ചോദിക്കുന്നത് കള്ളു കുടിക്കാനോ ദൂർത്തടിക്കാനോ അമേരിക്കയിൽ പോയി ബിസിനസ് ചെയ്യാനോ ഒന്നുമല്ല. ഇങ്ങേരുടെ അമ്മ ഹോസ്പിറ്റലാണ്, നടുവേദനാണെന്ന് പറഞ്ഞ ആദ്യം കൊണ്ടുപോയത്. പക്ഷേ അസുഖം വേറെയാണ്. അത് ശരീരം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു. ഇനി ജീവൻ രക്ഷിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഓപ്പറേഷൻ വേണം. അതിനാണ് ഈ 3.5 ലക്ഷം രൂപ. ഇതൊരു ജീവന്റെ വിലയാണ് വിനീതേ. അത് അമ്മക്ക് മാത്രമല്ലേ തരാൻ കഴിയൂ. വിനീത് പറഞ്ഞത് കേട്ട് വിനീത് തറഞ്ഞുപോയി. അവന്റെ കൈകൾ അറിയാതെ അങ്ങ് താഴ്ന്നു. താൻ ചെയ്ത വലിയൊരു തെറ്റായി പോയി എന്ന കുറ്റബോധം അവനെ വേട്ടയാടി. ഗീതേച്ചി, എനിക്കറിയില്ലായിരുന്നു. അവൻ വാക്കുകൾ കിട്ടിയില്ല.
ദാസൻ വല്ലാത്ത സങ്കടത്തോടെ അവനെ നോക്കി. ഗീതേ, ഞാൻ പോവാണ്. വേറെ എവിടെ നിന്നെങ്കിലും പൈസ കിട്ടാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ദാസൻ തിരിഞ്ഞു നടങ്ങാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ചെറിയൊരു മകൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അച്ഛാ, അച്ഛൻ എന്തെങ്കിലും പറ്റിയോ? ആ കുഞ്ഞിൻ്റെ ചോദ്യം കേട്ട് അവിടെ നിന്നവരുടെല്ലാം നെഞ്ചു കലങ്ങി. ദാസൻ അവനെ ചേർത്ത് പിടിച്ചു. ദാസൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തലോടി കൊണ്ട് അവിടെ നിന്നുപോയി. വിനീത് ആകെ തകർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ഗംഗമല്ല അവൻ്റെ അടുത്തേക്ക് വന്നു തോളിൽ കൈവച്ചു. വിനീതേട്ടാ, അവൾ പതുക്കെ വിളിച്ചു. വിനീത് നിറകണ്ണുകളോടെ അവളെ നോക്കി. എല്ലാം പാളി പോവുകയാണല്ലോ ഗംഗേ. ഞാൻ തൊടുന്നതെല്ലാം പാളി പോവാണല്ലോ. അവൻ്റെ ശബ്ദം വല്ലാതെ ഇടറുന്നുണ്ടായിരുന്നു. ഇതേ സമയം കോളേജ് ക്യാമ്പസിലെ മരച്ചുവട്ടിൽ യമുന ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നു. ദൂരെ മാറി മറ്റൊരു വിദ്യാർത്ഥി അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന വിശാലിന്റെ കണ്ണുകളിൽ വല്ലാത്ത പകയും അസൂയയും നിറഞ്ഞു. അവൻ ആ പയ്യനെ രൂക്ഷമായി നോക്കി. അവനത് കണ്ടില്ലെന്ന് നടിച്ച് പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്നും നടന്നു മാറി. വിശാൽ നേരെ യമുനയുടെ അടുത്തേക്ക് ചെന്നു. അവൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ തന്നെ യമുന സംസാരിച്ചു തുടങ്ങി. അവളുടെ മുഖത്ത് വല്ലാത്ത ഭയവും നിസ്സഹായതയും ഉണ്ടായിരുന്നു. വിശാൽ, എനിക്ക് ചിലത് പറയാനുണ്ട്. നിങ്ങളുടെ അച്ഛനെ ഞങ്ങൾ എങ്ങനെ കുഴി തോണ്ടി ഇല്ലാതാക്കാമെന്ന് ആലോചിച്ച് നടക്കുകയാണ് എൻ്റെ കുടുംബം. അങ്ങനെ ഒരാളുടെ മകനുമായിട്ടുള്ള ഈ ഒരു ബന്ധം എനിക്കിനി മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാണ്. യമുനയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. വിശാലിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എങ്കിലും അവൻ പെട്ടെന്ന് തന്നെ അത് മറച്ചു വെച്ചു വളരെ ശാന്തമായി തന്നെ അവൻ അഭിനയിച്ചൊന്ന് ചിരിച്ചു. ശരി, ഇനി നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്തായാലും നമുക്കൊരു സ്ഥലം വരെ പോവാം, അവൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞു. എങ്ങോട്ടാ? സ്ഥലം എങ്ങോട്ടെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ വരൂ. എന്താ കാര്യമെന്ന് എനിക്കറിയണം, യമുന സംശയത്തോടെ ചോദിച്ചു. വിശാലിന്റെ മുഖത്ത് ചിരി മാഞ്ഞു. അവൻ വല്ലാത്തൊരു ക്രൂരത നിറഞ്ഞു. അതൊന്നും തന്നെ ഇപ്പൊ പറയാൻ പറ്റില്ല. നീ എന്തായാലും എന്റെ കൂടെ വായോ. അവൾ തർക്കിക്കാൻ ശ്രമിച്ചുവെങ്കിലും വിശാൽ അവളുടെ കയ്യിൽ ബലമായി പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു. അവളുടെ കണ്ണിലെ ഭയം അവൻ തീരെ വകവെച്ചില്ല. വരാനിരിക്കുന്ന വലിയൊരു ആപത്തിന്റെ സൂചനകൾ ആ ക്യാമ്പസിന്റെ കാറ്റിൽ അലയടിക്കുന്നുണ്ടായിരുന്നു.